പെരുവന്താനം പഞ്ചായത്തിൽ കുടിവെള്ളം എത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുകയും പഞ്ചായത്തിലെ ജനങ്ങൾ നേരിടുന്ന അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം ഉന്നത തലങ്ങളിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് 3 ദിവസത്തിനകം കുടിവെള്ള വിതരണം നടത്താമെന്ന് ജലവിതരണ വകുപ്പ് ഉറപ്പു തരികയും ചെയ്തു. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെ പെരുവന്താനത്ത് ജലവിതരണം ആരംഭിക്കുമെന്ന് അതോറിറ്റി AIC അറിയിച്ചതുമാണ്. ജലവിതരണ ടാങ്കിൽ വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പും നൽകിയിരുന്നു. എന്നാൽ ചിലരുടെ രാഷ്ട്രീയ ഇടപെടൽ മൂലം ജലവിതരണം തടസ്സപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഉപരോധം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ചിലർ ശ്രമിച്ചതായും പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ പറഞ്ഞു. പെരുവന്താനം ഗ്രാമപഞ്ചായത്തിൽ കുറച്ച് ദിവസങ്ങളായി കുടിവെള്ളം അതിരൂക്ഷമായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് വാട്ടർ അതോറിറ്റിയിൽ UDF ജനപ്രതിനിധികൾ ഉപരോധം നടത്തുകയും 3 ദിവസത്തിനുള്ളിൽ വെള്ളം എത്തുമെന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ച് വരികയുണ്ടായി. ഇന്ന് രാവിലെ 3 മണിക്ക് വെള്ളം എത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് AIC എന്നെ നേരിട്ട് വിളിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വാട്സപ്പിലൂടെ ജനങ്ങളിലേക്ക് വെള്ളം എത്തിയ വിവരം അറിയിച്ചതാണ്. ഈ വെള്ളം എത്തിയ സമയത്ത് കൊണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക് ഇവിടെ ഒരു സമര നാടകവുമായി എത്തുകയുണ്ടായി. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നാടകം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം വെള്ളം ജനങ്ങളിലേക്ക് എത്തി അവർ വെള്ളം പിടിക്കുന്ന സമയം തന്നെ ഈ ഒരു നാടകം പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണിത്. രാഷ്ട്രീയത്തിന്റെ പേരിൽ കുടിവെള്ള വിതരണം നടത്തുന്നത് തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പഞ്ചായത്തിലെ ജലവിതരണം തടസ്സമില്ലാതെ നടത്തണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.